हरि ओम। നമസ്തേ. നമ്മൾ ഈയിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ അവതാരകൻ പല ചോദ്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ ആശ്രമത്തിൻ്റെ കവാടത്തിൽ തന്നെ കാണുന്ന യോനിയുടെയും ലിംഗത്തിൻ്റെയും ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ കണ്ടതിനെ തുടർന്ന് അതിനെക്കുറിച്ച് ആരായുണ്ടായി. ഇവിടെ യോനി പൂജ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. നമ്മൾ ഉടനെ തന്നെ തീർച്ചയായും എന്നൊരു മറുപടിയാണ് കൊടുത്തത്. അപ്പോൾ ഇതേ തുടർന്ന് നമ്മൾ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടേ. അപ്പോൾ ആ ഒരു വീഡിയോ ആ ഒരു ചാനലുകാർ അവരുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായി. കുറേ കഴിഞ്ഞാണ് നമ്മൾ കണ്ടത്. ആ ഒരു വീഡിയോൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് യോനി പൂജ നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം എന്നുള്ള രീതിയിലൊക്കെയാണ് അതിൻ്റെ ടൈറ്റിലുള്ളത്. എപ്പോഴും ഒരു ഹെഡിങ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന സിനിമയാണെങ്കിലും നമ്മൾ അതിൻ്റെ ആ പേരൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് കാണാൻ പോകുക അല്ലേ. പുസ്തകങ്ങളൊക്കെ അങ്ങനെ തന്നെ അതിൻ്റെ പേരാണ് അല്ലെങ്കിൽ അതിൻ്റെ മുഖചിത്രമാണ് നമ്മളെയൊക്കെ ആകർഷിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇത് കാണാൻ നമ്മുടെ മറ്റു പല വീഡിയോകളും അവർ തന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളായി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് 7ാമത്തെയോ 8ാമത്തെയൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും ശരി, അത് ആയിരക്കണക്കിന് ആളുകൾ കണ്ടിരിക്കുന്നു എന്നാണ്, 1000-10,000 ആളുകൾ കണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അതിന് മുമ്പുള്ള ഒരു വീഡിയോയും അത്രയും ആളുകൾ കണ്ടിട്ടില്ല. അതായത് യോനി, ലിംഗം, മൈഥുനം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലേക്ക് ചാടി വീഴുന്നൊരു ടെൻഡൻസി നിലനിൽക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എന്നിട്ട് അതിന് കമൻ്റ് എഴുതുന്നതോ വളരെ സദാചാര മൂല്യമുള്ള ആളുകളാണെന്ന വ്യാജേന നമ്മൾ അതിന് കമൻ്റ് ചെയ്യുന്നു. അതായത് ഇത് കാണാനും കേൾക്കാനുള്ള താല്പര്യമുണ്ട്, പ്രതീക്ഷിച്ചതായിരിക്കില്ല ചിലപ്പോൾ കേൾക്കുന്നത്. എന്തെന്നെ ആയാലും ശരി, ഇതൊക്കെ പറയാൻ പാടുണ്ടോ, ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ, എന്ത് അശ്ലീലമാണ് പറയുന്നത്, ഈ പറയുന്നവരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ യോനി ആരാധന, ലിംഗ ആരാധന അത് പ്രത്യക്ഷത്തിലുള്ളതാണ് എന്നൊക്കെ പറയുന്ന നേരത്ത് അതൊക്കെ വളരെ മ്ലേച്ഛമായൊരു കാര്യമാണ് എന്ന രീതിയിൽ പറയുന്ന ആളുകളാണ് ഇത് ഓടി ഇത് കാണാൻ നിൽക്കുന്നത്. ഈ അവോയ്ഡ് ചെയ്ത് കളഞ്ഞാൽ പോരെ. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് നമുക്കിത് തോന്നിയതാണ്, ഇങ്ങനെ ആളുകളായിക്കഴിഞ്ഞ വിഷമമാണ്. സനാതനധർമ്മം, ഹൈന്ദവധർമ്മം വിശാലമാണ്. അവനവൻ ഇഷ്ടമുള്ള മാർഗത്തിൽ സഞ്ചരിക്കാം. ആരും ആരെയും കുത്തിരി പിടിക്കാനൊന്നും വരുന്നില്ല. എല്ലാവരും ഇതേ മാർഗം വേണമെന്നോ എല്ലാവരും മറ്റുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നോ എന്നൊന്നുമില്ല. അവനവന് ഇഷ്ടമുള്ള മാർഗത്തിൽ പോവാം. എങ്ങനെ പോയാലും അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും ആരോഗ്യത്തിന് കേടുണ്ടാവരുത്, വിശപ്പടങ്ങണം, ആരോഗ്യപ്രദമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഏത് വഴിക്ക് പോയാലും നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം ലഭിക്കണം എന്നാണ് ആചാര്യന്മാർ കരുതിയത്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ലിംഗം, ശിവലിംഗം എന്ന് പറയുന്ന കൺസെപ്റ്റ്, നിഖ്യതേ ഇത് ലിംഗം എന്നൊക്കെ പറയുന്നത്, ലിംഗം ദ്യോതിപ്പിക്കുന്ന അത് എന്തിനെയാണോ അതൊരു അടയാളമാണ് എന്ന അർത്ഥത്തിലൊക്കെ ചിലർ പറയാറുണ്ട്. ഈ അടയാളം ആണ് എന്തിൻ്റെ അടയാളമാണ്? അത് പരമമായ സത്യത്തിൻ്റെ അദൃശ്യഭാവത്തിൻ്റെ അടയാളമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അദൃശ്യഭാവത്തിന് ഇത്തരം ഒരു അടയാളം വെച്ചത്? ഞാൻ പറയുന്നത് ഓവൽ ഷേപ്പ്. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, നമ്മളൊരു ഒരു പ്രതലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു പരന്ന പ്രദേശത്തു നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ രൂപമില്ലാത്ത ആകാശം ഒരു ഓവൽ ഷേപ്പിൽ കാണണം. അപ്പോൾ അതൊരു ലിംഗാകൃതിയാണ്. അതുകൊണ്ടാണ് ഈ ബേസിൽ, പീഠത്തിൽ ആ ഒരു ഷേപ്പിൽ തന്നെ ശിവലിംഗം ഉണ്ടാക്കി വെച്ചത്
അത്രയേ ഉള്ളൂ ശിവലിംഗം, അല്ലാണ്ട് അതിന് മറ്റൊരർത്ഥമൊന്നുമില്ല, പുരുഷലിംഗത്തിനോട് സാദൃശ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ സാധാരണഗതിയിൽ നമ്മളൊരു വൈഷ്ണവഭാവത്തോട് സംസാരിക്കും. അപ്പോഴൊരു ചോദ്യമുണ്ട്, അങ്ങനെ ഒരു ഷേപ്പിലാണോ ശിവലിംഗം ഉണ്ടാക്കിയെടുത്തത്? അതാണോ അതിൻ്റെ നിയമം? ഒരു വിഗ്രഹം കൊത്താനുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കേവലം ഒരു ഓവൽ ഷേപ്പിലാണോ അതിൻ്റെ നിയമം പറഞ്ഞത്? അല്ല. വാസ്തുവിദ്യാ ശില്പഗ്രന്ഥങ്ങളൊന്നും തന്നെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതിന് കൃത്യമായ രേഖകളും അടയാളങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പുരുഷലിംഗത്തോട് ബന്ധപ്പെട്ടതാണ് താൻ. അപ്പം എന്തുകൊണ്ടാണ് പുരുഷലിംഗത്തെ തന്നെ വയ്ക്കാൻ കാരണം? നാം ആത്യന്തിക സത്യത്തെ പുരുഷനോടാണ് പലപ്പോഴും ഉപമിക്കാറ്. പലപ്പോഴും സ്ത്രീയോടില്ല എന്നല്ല, ശാക്തേയന്മാർ സ്ത്രീയോടാണ് ഉപമിക്കുക. എന്നാൽ പോലും സാധാരണഗതിയിൽ പുരുഷനോട്. ശിവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സ്ത്രീണഭാവം അല്ല കടന്നു വരിക. ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സ്ത്രീണഭാവം അല്ല കടന്നു വരിക. അതൊക്കെ വെച്ചാൽ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ കുഴപ്പമാണ്, ആ വാക്കിൻ്റെ കുഴപ്പമല്ല. അപ്പോൾ നാം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പുരുഷഭാവം, ആ ഒരു പുരുഷലിംഗ ഭാവം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ആ പുരുഷൻ എന്നതിനെ കുറിക്കാൻ നമുക്ക് എന്ത് വെക്കാൻ പറ്റും? പുരുഷനെ ദ്യോതിപ്പിക്കുന്നത് എന്തോ അത് വെക്കാൻ പറ്റും. പുരുഷനെ ദ്യോതിപ്പിക്കുന്നത് എന്താ? ഒന്ന് മീശയാണ്, ഇല്ലേ? പക്ഷെ മീശ സ്ത്രീകൾക്കും ഉണ്ടാകുന്നുണ്ട്. ഹോർമോൺ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്കും ഉണ്ടാകുന്നുണ്ട്. മാറുകളാണെങ്കിലും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും തൂങ്ങിയിട്ടൊക്കെ കാണാറുണ്ട്. പിന്നെ എന്തേ പറ്റുള്ളൂ? സ്ത്രീ പുരുഷ ഭേദം എങ്ങനെയാണ്? അത് ജെനറ്റിക്കലി എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? എങ്ങനെയാണത് മാറുന്നത്? അത് ആ ഒരു ഏതോ ആ സൃഷ്ടിയുടെ ലിംഗത്തോട് ബന്ധപ്പെട്ടാണ്. പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, അവിടെ ജനനേന്ദ്രിയത്തോട് ബന്ധപ്പെട്ടാണ് നമുക്ക് സ്ത്രീയോ പുരുഷനോ എന്ന് പറയാം. അപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു സിംബൽ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീശയും താടിയൊന്നും വെക്കാൻ കഴിയില്ല. അവിടെ നമുക്ക് പുരുഷലിംഗത്തെ വെക്കാൻ പറ്റും. അപ്പോൾ കേവലം ഒരു ആകാശം, ശൂന്യമായിരിക്കുന്ന ആകാശത്തിൻ്റെ തത്വത്തിലല്ല എടുത്തത്. പുരുഷൻ, പ്രകൃതി പുരുഷൻ എന്നുള്ള പുരുഷൻ എന്ന വിചാരത്തെയാണ് ഈ ശിവലിംഗത്തിനോട് ആചാര്യന്മാർ ഉപമിക്കാൻ കാരണം. അതുകൊണ്ടാണ് ആ ഷേപ്പിൽ എടുത്തു വെച്ചത്. ഇന്ന് നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ കാണുന്ന ഈ ശിവലിംഗങ്ങളൊക്കെ എന്താ വെച്ചാൽ വെറൊരു ഓവൽ ഷേപ്പ് ആയിരിക്കും. എന്നാൽ നമുക്ക് ഇന്ന് സാങ്കേതിക വിദ്യ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകം എന്നുള്ളത് കൊണ്ട് തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഈ ലോകത്തുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ശിവലിംഗങ്ങൾ, ഇന്നും ആരാധിക്കപ്പെടുന്ന ശിവലിംഗങ്ങൾ. ഈ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും സ്തംഭത്തെ ആരാധിച്ചപ്പോഴുണ്ടായ, ലിംഗത്തെ ആരാധിച്ചപ്പോഴുണ്ടായിരുന്ന അതിൻ്റെയൊക്കെ വിഗ്രഹങ്ങളുടെയൊക്കെ കളക്ഷൻസ് പല മ്യൂസിയങ്ങളിലും ഇന്ന് ഇരിക്കുന്നുണ്ട്. അതെല്ലാം പുരുഷലിംഗത്തിൻ്റെ ഷേപ്പിൽ തന്നെയാണ്, പൂർണ്ണമായും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സനാതനധർമ്മത്തിൻ്റെ വക്താക്കൾക്ക് പോലും ഇതിനെ ആക്ഷേപിക്കുന്ന, ഇതിനെ വികലമായി ചിത്രീകരിക്കുന്നവരെ നമുക്ക് തള്ളിക്കളയാം. അവർ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ നാം ഈ ധർമ്മത്തിൻ്റെ ഉള്ളിലായിക്കൊണ്ട് തന്നെ ഇത് പുരുഷലിംഗമല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ട് എത്രയായാലും ഒന്നും വ്യക്തമാവണില്ല. ഇതെന്താണ് ഇത്? നമുക്ക് എന്താണ് പുരുഷലിംഗം എന്ന് പറയാൻ എന്താ പ്രശ്നം? എന്താ ഇത് പുരുഷൻ്റെ ലിംഗം തന്നെയാണ് എന്ന് പറയാൻ എന്താണ് നമുക്കൊരു മടി എന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ മഹാക്ഷേത്രങ്ങളുടെ ചുമരുകളിലെല്ലാം, ഭിത്തികളിലെല്ലാം, ഭിത്തിക്കാലുകളിലെല്ലാം ആലേഖനം ചെയ്തിരിക്കുന്ന ലൈംഗികതയാണ്. ആ ലൈംഗികതയെ ആലേഖനം ചെയ്യാൻ മടിയില്ലാത്ത, കൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ച് വർണ്ണിക്കാൻ മടിയില്ലാത്ത, ദമ്പതിക്രിയകളെക്കുറിച്ച് ഉപനിഷത്തുകാരന്മാർ പോലും പറയാൻ മടിക്കാതിരുന്ന വാത്സ്യാൻ എന്ന ഋഷിവര്യൻ കാമശാസ്ത്രം എഴുതിയ, അത്രയൊക്കെ പാരമ്പര്യം പറയുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഇത് പുരുഷലിംഗം തന്നെയാണ് എന്ന് പറയാൻ മടി എന്ന് നമുക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും വിചാരം ചെയ്യാം, എന്തിനാണ് മടിക്കുന്നത്? അല്ലാതെ അരൂപമാണ് എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടി? അരൂപമാണെങ്കിൽ ഒരു ശൂന്യതയിലേക്ക് നോക്കിയാൽ മതിയായിരുന്നില്ലേ? അതിനെന്തിനൊരു ഒരു സാധനത്തെ ഉണ്ടാക്കി വെച്ചു? അതും പുരുഷലിംഗത്തിനോട് സാദൃശ്യപ്പെടുത്തി ഉണ്ടാക്കി വെച്ചു. കാലം മാറിയപ്പോൾ അതിന് കുഴ മാത്രമായെങ്കിലും എന്തിനങ്ങനെ ഉണ്ടാക്കി വെച്ചു? അപ്പോൾ ഇതിനെ സത്യസന്ധമായി പറയുന്ന ഗുരുക്കന്മാർ, ആചാര്യന്മാരാണോ നിങ്ങൾക്ക് പ്രശ്നം? അതോ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചതിലുള്ള പോരായ്മയാണോ പ്രശ്നം എന്ന് നാം ഓരോരുത്തരും വിചാരം ചെയ്യണം. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈന്ദവ ധർമ്മത്തിൻ്റെ മഹത്വം കേവലമല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇതെല്ലാം നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടില്ല. ഇപ്പം ഈ പറയുന്നത് പുരുഷലിംഗം തന്നെയാണ് എന്ന് പറയുന്ന പുരാണ ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊന്നും നമ്മൾ ഉദ്ധരിക്കുന്നില്ല.
നമുക്ക് സാമാന്യ ബുദ്ധിയും ബോധവും ഉണ്ടല്ലോ. എന്തിനാണ് നമുക്കറിയാത്ത ഭാഷയിൽ ഉണ്ടാക്കിയെടുത്ത പുസ്തകങ്ങളിൽ വിചാരം ചെയ്യുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്? എത്രത്തോളം നമ്മൾ അന്വേഷിച്ച് പോകും, എത്ര പേജ് നമ്മൾ മറിക്കും? ഈ മറിച്ചതിന് നമുക്ക് മനസ്സിലാവൂ? ഈ മനസ്സിലായതിന് എത്ര നോക്കണം, എത്ര സമയം കളയണം? അവിടെയാണ് ഗുരുപരമ്പര നമ്മുടെ മുന്നിൽ വ്യക്തമായി നമുക്ക് ഗുണയുണ്ടോ. ഭഗവാൻ കൃഷ്ണനായാലും ബുദ്ധനായാലും സ്വയം വിചാരം ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. സ്വയം വിചാരം ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ സ്വയം വിചാരം ചെയ്യാനുള്ള കഴിവ് ഉപയോഗിച്ചിട്ട് വേണം ഇത്തരത്തിൽ സനാതന ഹൈന്ദവ ധർമ്മത്തെ നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ ഏതെങ്കിലും ഒന്ന് തെറ്റാണ്, അത് മ്ലേച്ഛമാണ് എന്ന് നാം ധരിക്കുന്നു എങ്കിൽ നാം സനാതന ധർമ്മത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. നാം ഉൾക്കൊണ്ടിട്ടില്ല, നാം കേവലനാണ്. നാം ഈ മഹാസമുദ്രത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ കരയ്ക്ക് നിൽക്കുന്ന ഒരു കിണറിൻ്റെ വക്കിൽ നിന്നുകൊണ്ട്, ഒരു കുളത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുക എന്താണ്? ഇതാണ് സനാതന ധർമ്മം എന്ന് പറയുകയാണ്. എന്നാൽ ആ സമുദ്രം ഒന്ന് നോക്കി നോക്കൂ, അതിൻ്റെ കര നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും സഞ്ചരിച്ചു പോയാലും തൊട്ടപ്പുറത്തുള്ള ചെറിയൊരു കര കാണും. ആ ഇത്രയുള്ള സമുദ്രം എന്ന് കരുതരുത്. ഭൂമിയുടെ 30% ഇതൊക്കെ തന്നെയാണ്, ഈ സമുദ്രം തന്നെയാണ്. അപ്പോൾ അതാണ് ഈ സനാതനത്തിൻ്റെ വ്യാപ്തി, അത്രത്തോളം വിശാലമാണ്. ആ വിശാലതയിൽ നാം കേവലം ഒരു ഓവൽ ഷേപ്പിലെടുത്ത ആ അരൂപമാണ്, സംശയമില്ല. എന്നാൽ അരൂപത്തിന് പുരുഷലിംഗ രൂപം കൊടുത്തത് പറയുന്നവൻ്റെ തെറ്റല്ല, പുരുഷലിംഗം തന്നെയാണ് എന്ന് പറയാൻ നാം പഠിക്കുന്നു എങ്കിൽ നാം സനാതനിയാകുന്നില്ല എന്ന് മനസ്സിലാക്കുക. കാരണം പുരുഷലിംഗം മോശമാണെന്ന് നാം കരുതുന്നു, അല്ലെങ്കിൽ സ്ത്രീയുടെ ലിംഗം മോശമാണെന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ കരുതുമ്പോൾ പിന്നെ എങ്ങനെ നാം സനാതനിയാകും? ഈശാവാസ്യമിതം സർവം സർവം കല്ലിതം ബ്രഹ്മ എന്നൊക്കെ പഠിക്കുന്ന, തത്വമസി എന്നെല്ലാം പഠിക്കുന്ന നാം ഏതെങ്കിലും ഒരു വസ്തുവിൽ ഈശ്വരനെ ദർശിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ നാം സനാതനിയാകും? അയ്യോ, എല്ലാത്തിനും കാണാം, പക്ഷേ ലിംഗത്തിലും യോനിയിലൊന്നും കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ട് പറ്റില്ല? നാം ഈ ഒരു പറയുന്ന പ്രപഞ്ചത്തെ, പരബ്രഹ്മത്തെ, ബ്രഹ്മസ്വരൂപത്തെ, സത്യസ്വരൂപത്തെ കേവലം ഒരു ആലിൽ കാണുന്നില്ലേ? മൂലതോ ബ്രഹ്മരൂപായ മതിതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ ദേ നമ. വൃക്ഷരാജാവായിക്കൊണ്ടുള്ള അരയാലിൽ നമ്മൾ ഈ പറയുന്ന ത്രിമൂർത്തികളെ കാണുന്നില്ലേ? അങ്ങനെയുള്ള ആലിൽ കാണുമെങ്കിൽ, നിങ്ങൾക്ക് പട്ടിയിൽ ഭൈരവനെ കാണാമെങ്കിൽ, നിങ്ങൾക്ക് ഗോമാതാവിൽ സർവ്വദേവതകളെയും കാണാമെങ്കിൽ, ആനയിൽ ഗണപതിയെ കാണാമെങ്കിൽ, മത്സ്യത്തിൽ മത്സ്യാവതാരത്തെ കാണാമെങ്കിൽ, പന്നിയിൽ പന്നിമുഖിയെ കാണാമെങ്കിൽ, എന്തുകൊണ്ട് ഒരു പുരുഷലിംഗത്തിൽ ശിവനെ കണ്ടുകൂടാ? എന്തുകൊണ്ട് കണ്ടുകൂടാ? അപ്പം കാണാൻ മടിക്കുന്ന, കാണാൻ ഇതുവരെ പറഞ്ഞു തരാതിരുന്ന, അതുകൊണ്ട് മനസ്സിലാകാതിരുന്ന നിങ്ങളുടെ കുഴപ്പമോ പറഞ്ഞു തരുന്നവരുടെ കുഴപ്പമോ എന്ന് സ്വയം വിചാരം ചെയ്യും. വീണ്ടും പറയുന്നു, മറ്റു മാസത്തിലേക്ക് നാം പോകുന്നില്ല. തൻ്റെ കൂപത്തിൽ കടന്നുകൊണ്ട് ഇത് തന്നെയാണ് സമുദ്രം എന്ന് പറയുന്ന മണ്ടൂഖങ്ങളോട് എന്ത് പറയാൻ? പക്ഷെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിനെ മനസ്സിലാക്കേണ്ടതില്ലേ? ഇവിടെയാണ് എന്തുകൊണ്ട് പുരുഷലിംഗം കേവലമല്ല, അവിടെ പുരുഷത്വത്തിൻ്റെ ആ പ്രതീകമായിരിക്കുന്ന, ആ അടയാളം ലിംഗം ആയിരിക്കുന്ന അതിനെ തന്നെ ശിവലിംഗമാക്കുന്നതിന് കാരണം അത് പുരുഷൻ്റെ പൂർണ്ണതയാണ്. പുരുഷൻ എന്താണ്? ഈ പുരത്തിൽ വസിക്കുന്നതിന് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നവൻ തന്നെയാണ്. ആ സ്വരൂപം പുരുഷൻ എന്ന് ഒരു പുരുഷനോട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പ്രകൃതിയെ ഈ കാണാതിന് സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാം ശക്തിയോട് വെച്ചിരിക്കുന്നു. അപ്പോൾ ആ പുരുഷലിംഗത്തിന് 3 തലമുണ്ട്. ആ 3 തലം എന്താണ്? അവിടുത്തെ പ്രഥമമായിരിക്കുന്ന മൂലഭാഗം അത് ബ്രഹ്മഭാവമാണ്. എന്താ ബ്രഹ്മാവിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രഹ്മാവ് സൃഷ്ടിയുടെ കർത്താവായിട്ടാണ് നമ്മൾ പറയുക. പിന്നതോ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കണം, വഹിക്കണം. ആ വാഹകനായിരിക്കുന്നു. അതാണ് വിഷ്ണു സ്വരൂപം. സംഹാരഭാവമുണ്ട്. മോക്ഷം സംഹരിക്കപ്പെടുമ്പോൾ ആ ഒരു പ്രാണൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് മോക്ഷം. അപ്പോൾ ആ അവസാന തട്ടാണ് ആ ശിവഭാവം. ഇത് അരയാലിൽ നമ്മൾ കാണുന്നു, എന്നാൽ ലിംഗത്തിൽ കാണുന്നില്ല. നിങ്ങളെല്ലാം അത്യാവശ്യം സയൻസ് അറിയുന്നവരാണല്ലോ. ഒരു പുരുഷലിംഗത്തെ സംബന്ധിച്ച് വൃഷണങ്ങളാവട്ടെ, അതിൻ്റെ അകത്തേക്കുള്ള പോർഷനുകളാവട്ടെ, ഇവിടെയാണ് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും സെമൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും. അതായത് സൃഷ്ടി എന്ന് പറയുന്നതിൻ്റെ
ബേസ് നടക്കുന്നത് ഈ പുരുഷലിംഗത്തിൻ്റെ ആധാരത്തിൽ തന്നെയാണ്. അതായത് ബ്രഹ്മാവിൻ്റെ ആയിരിക്കുന്ന സൃഷ്ടി പ്രക്രിയ ഒരു പുരുഷലിംഗത്തിൻ്റെ ബേസിൽ നടക്കുന്നു. അതിൻ്റെ ഏറ്റവും അധോഭാഗത്തുള്ള ആ പോർഷനിലാണ് നടക്കുന്നത്. അതിനുശേഷം ആ പറയുന്ന ബീജത്തെ, സൃഷ്ടിക്ക് എന്താണോ വേണ്ടത്, അതിൻ്റെ ബീജത്തെ, ഏത് മൃഗമാവട്ടെ ഏത് പക്ഷിയാവട്ടെ, അതിൻ്റെ ബീജത്തെ വഹിക്കുന്നു. ഏതാണ്? അതിൻ്റെ മിഡിൽ പോർഷൻ അതിനെ വഹിക്കുന്നു. അവിടെ അതിനെ വിഷ്ണുഭാവമാണ്, വഹിക്കുന്നു. അതിനുശേഷം സെമൻ ബീജത്തോടുകൂടി, ശുക്ലം ബീജത്തോടുകൂടി അത് പുറത്തേക്ക് വിസർജിക്കുന്നു. മോക്ഷം, ആ ബീജത്തിന് മോക്ഷം, അതിൽ നിന്ന് മോക്ഷം കൊടുക്കുന്നു. അപ്പോൾ അവിടെ മോക്ഷം കൊടുക്കുന്നു, സംഹരിക്കുന്നു. അതിൻ്റെ സമാപനം ആ ഒരു ബീജത്തിൻ്റെ, ആ സൃഷ്ടിക്കപ്പെട്ട ബീജത്തിനെ വഹിച്ചുകൊണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ അതിനെ സംഹരിക്കുന്നു. ആ സംഹാരഭാവം, അതാ മകുടഭാവം. അത്രയും കാര്യങ്ങൾ ഇതിലുള്ളത് കൊണ്ടാണ് അതിനെ തന്നെ പൂർണ്ണമാക്കിയെടുത്തത്. ശിവലിംഗം എന്ന് പറയുന്നത് ആ പീഠത്തിൻ്റെ മുകളിൽ കാണുന്ന ഭാഗമല്ല, പീഠത്തിൻ്റെ ഉള്ളിൽ കാണുന്ന 8 വട്ടവും അതിന് ചോടെ കാണുന്ന ചതുരശ്രവും എല്ലാം അതിൻ്റെ ഭാഗം. ചതുരഭാവം എന്താണ്? ബ്രഹ്മഭാവമാണ്. 8 കെട്ടുള്ള സംഭവങ്ങളോ അത് വൈഷ്ണവഭാവമാണ്. അതിന് മുകളിൽ വരുന്ന ആ പോർഷൻ അതാണ് ശിവഭാവം. അപ്പോൾ ആ ഒരു തലം നാം മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ ഇതെന്താന്ന് മനസ്സിലാവുക. ഈ പുരുഷലിംഗം എന്ന് പറഞ്ഞാൽ കേവലം പുരുഷലിംഗം മാത്രമാണോ? അല്ല. വിചാരം ചെയ്യൂ. നമ്മുടെ ഒരു പുരുഷലിംഗം എന്ന് പറയുന്നത് വൃഷണങ്ങളോടുകൂടി ഊർധ്വമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ തുല്യമാണ്. മനുഷ്യ ശരീരത്തിന് തുല്യം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്കറിയാം, ശിവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു ദേവതയെ നമ്മൾ വരയ്ക്കുമ്പോൾ അത് പത്മാസനസ്ഥിതനായിരിക്കുന്ന നേരത്തെ 2 കാലുകൾ ഈ ഷേപ്പിലാണ് വരുന്നത്. അതിനുശേഷം ഒരു ഉടൽ, അതിനുശേഷം ശിരസ്. അതായത് ഒരു പുരുഷലിംഗത്തിൻ്റെതായിരിക്കുന്ന ഒരു ഷേപ്പ് അതിനുണ്ടായിരിക്കും. ഒരു ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലിംഗാകൃതിയാണ്. അപ്പോൾ ഒരു പുരുഷന്റെ ലിംഗത്തിൽ ബീജം, അതുപോലെ തന്നെ വഹിക്കൽ, സംഹരിക്കൽ എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഇങ്ങനെ ഒരു പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ബേസിൽ എന്താണ്? അവിടെ ഉണ്ടാകുന്ന ബീജം ഈ പറയുന്ന ബീജമല്ല, മറിച്ച് എന്താണ്? ജീവാജ്ഞത, ഇത് കുണ്ടലിനി ശക്തി, ജീവശക്തി. ഈ ജീവശക്തി മൂലാധാരത്തിൽ നിന്നുണ്ടാകുന്നു. അതാണ് ഈ ശരീരത്തെ സംബന്ധിച്ച ബീജം. എന്താണ്? പരാപശ്യന്തി മധ്യമ വൈഖരി എന്നൊക്കെ പറഞ്ഞ എന്താണോ പരമമായ സത്യസ്വരൂപം അത് മൂലാധാരത്തിലാണ്. അതിനുശേഷം അത് ഉയർന്നു പൊന്തുന്നു. അതിനെ വഹിക്കുന്നതോ ഈ സുഷുമ്ന, നട്ടലിനുള്ള സുഷുമ്ന, അതായത് ഈ ശരീരത്തിൻ്റെ ഈ ബോഡി പോർഷൻ, ആ ബോഡി പോർഷൻ അതിനെ വഹിക്കുന്നു. പിന്നീടോ സമാധി വ്യവസ്ഥയിൽ അത് ഈ ബ്രഹ്മരന്ധ്രം ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. മോക്ഷം, അതായത് പുരുഷലിംഗത്തിൻ്റെ അതേ സെയിം ഭാവമാണ് ഈ ശരീരത്തിനുള്ളത്. അപ്പോൾ പുരുഷലിംഗമാണ്, ഒപ്പം ഒരു മനുഷ്യ ശരീരമാണ്, ഒരു പത്മാസനസ്ഥിതമായിരിക്കുന്ന പുരുഷ ശരീരമാണ്. അതുകൊണ്ടാണ് ശിവനെ ആലേഖനം ചെയ്തപ്പോൾ ഈ ഒരു ശരീരത്തോടുകൂടി ഒരു ഇരുത്തത്തോടുകൂടി ആലേഖനം ചെയ്തത്. അപ്പം അതിൻ്റെ അടയാളം എന്നുകൊണ്ട് പുരുഷലിംഗമാണ്, അതിൻ്റെ സ്വരൂപം എന്നുകൊണ്ട് മനുഷ്യ ശരീരമാണ്. അപ്പം ഇത്തരത്തിൽ ജീവസുറ്റ, ജീവൻ തുടിക്കുന്ന, സൃഷ്ടിക്ക് ആധാരമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ഈ ലിംഗത്തെ നാം മ്ലേച്ഛമാണ് എന്ന് കരുതുമ്പോൾ നാം യഥാർത്ഥത്തിൽ മ്ലേച്ഛമായി കാണുന്നതാണ് സനാതനധർമ്മത്തെയാണ്. കാരണം ഒരു ഉറുമ്പിൽ പോലും ദൈവത്തെ കാണുന്ന, ഒരു സൂക്ഷ്മ കണത്തിൽ പോലും ദൈവത്തെ കാണുന്ന ഈ സനാതനികൾ സ്വന്തം പുരുഷന്മാരാണെങ്കിൽ സ്വന്തം ലിംഗത്തിൽ, ഇനി സ്ത്രീകളാണെങ്കിൽ സ്വന്തം പിതാവിൻ്റെ, മക്കളുടെ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ലിംഗത്തിൽ ഒരു ശിവത്വത്തെ, ഒരു പരമേശ്വരനെ കാണാൻ നമുക്കാകുന്നില്ല എങ്കിൽ നാം എത്ര കണ്ട് സനാതനധർമ്മത്തെ മനസ്സിലാക്കി നാം വിചാരം ചെയ്യും. അത് മ്ലേച്ഛമാണെന്ന് തോന്നുന്നു എങ്കിൽ നാമും സെമിറ്റിക് മത കാഴ്ചപ്പാടുള്ളവരും തമ്മിൽ എന്ത് അന്തരമെന്ന് നാം ചിന്തിക്കും. അല്ലാതെ ശിവലിംഗം പുരുഷലിംഗം തന്നെയല്ല എന്ന് ഏതെങ്കിലും പണ്ഡിത ശിരോമണികൾ പറയുന്നു എങ്കിൽ അവർക്ക് എന്ത് ജ്ഞാനമെന്ന് അവരും വിചാരം ചെയ്യുക, അവരെ കേൾക്കുന്നവരും വിചാരം ചെയ്യും. കാരണം അതിൽ ദൈവമില്ല, അത് ദൈവമല്ല, അതല്ല എന്ന് ആവർത്തിച്ചു പറയുന്നു എങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ടെന്നും അതെന്തോ പോരായ്മയുള്ളതാണെന്ന് നാം കരുതുന്നത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ശില കൊത്തിയെടുത്ത്
ജഡമായിരിക്കുന്ന ശില കൊത്തിയെടുത്ത് ഒരു ലിംഗരൂപത്തിലുണ്ടാക്കി ഒരാലയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴോ ഒരു പുറത്തൊരു സ്ഥലത്ത് വെക്കുമ്പോഴോ അതിൽ ഒരു ജീവനും നമുക്ക് തുടിക്കുന്ന കാണുന്നില്ല. ഒരു ചൈതന്യം ഇല്ലാതൊന്നും നമ്മൾ കാണില്ല, തുടിക്കുന്നത് നമുക്ക് കാണുന്നില്ല. അങ്ങനെയുള്ളൊരു വസ്തുവിൽ പോലും നമ്മൾ ശിവനെ കാണുമ്പോൾ ഈ ജീവൻ തുടിക്കുന്ന സൃഷ്ടിക്കാധാരമായിരിക്കുന്ന പുരുഷലിംഗത്തിൽ അതിനെ കാണാനാകുന്നില്ല എങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പമോ നമ്മുടെ ബോധതലത്തിൻ്റെ കുഴപ്പമോ നാം അറിഞ്ഞ അറിവിൻ്റെ കുഴപ്പമോ എന്ന് വിചാരം ചെയ്യും. അപ്പോൾ ഈ ഒരു മനുഷ്യ ശരീരം ഇത് ലിംഗാകൃതിയാണ്. അതുകൊണ്ട് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ഇല്ലേ, ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുന്ന പോലെ തന്നെ 18 പടിയഞ്ച് കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് അയ്യപ്പനെ കാണാൻ പറ്റും. അയ്യപ്പൻ എന്തിനാണ് ആ യോഗ പട്ടാസനമൊക്കെ ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഇരുത്തിൻ്റെ ലക്ഷണം എന്താ? കാല് രണ്ടും ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിരിക്കുന്ന പോലെ 2 കാല് ഇങ്ങനെയാക്കിയിട്ട് ഉടല് ശിരസ് ഇങ്ങനെ ഇരിക്കും. അയ്യപ്പൻ ലിംഗമാണ് എന്ന് പറയുന്ന നേരത്ത് പോലും നാം തെറ്റായി ധരിക്കുന്നിടത്താണ് നാം അജ്ഞാനിയാകുന്നത്. അവിടെ ലിംഗസ്വരൂപമാണ് അയ്യപ്പൻ. എന്തിനങ്ങനത്തെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചു? ഇപ്പോൾ പറയല്ല, ആദ്യം അങ്ങനെ ആയിരുന്നില്ല, ആദ്യത്തെ ഇരുത്തം ശാസ്താവിൻ്റെ ഇരുത്തം അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയും. അത് വേറെ വീരാസനത്തിലായിരുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. എന്നാൽ അതും ഇതുമാകട്ടെ, എന്തുകൊണ്ട് അങ്ങനെ? അതും ലിംഗസ്വരൂപമാണ്. എന്നാൽ ലിംഗത്തിലൂടെ മാത്രം, ആ അടയാളത്തിലൂടെ മാത്രം നമുക്ക് അറിയാൻ പറ്റാതിരിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി, എന്തിനാണ് വിഗ്രഹം? വിശേഷണങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ വെച്ചു. നിത്യബ്രഹ്മചാരിയാണ് എന്നാണല്ലോ അയ്യപ്പനെ പറയുന്നത്, അല്ലേ? നിത്യബ്രഹ്മചാരിയാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ കാലുമ കൊണ്ട് കെട്ടിയിരിക്കുന്നത്? അച്ഛൻ വരുന്നത് കാണുമ്പോൾ നീക്കാതിരിക്കാൻ, അതൊക്കെ ഒരു കഥയല്ലേ? അച്ഛൻ വരുമ്പോൾ നീക്കാതിരിക്കാനാണ്. ശിവന്റെ പ്രത്യേകത എന്താ? കാമദേവനാണ്. അത് വരുമ്പോൾ നീക്കാതിരിക്കാനാണെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഖലനം, ബ്രഹ്മചര്യത്തെക്കുറിച്ച് അത്ര ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മൾ യോജിക്കുന്ന കാഴ്ചപ്പാടല്ല, അന്യ നൽകുന്ന കാഴ്ചപ്പാടുണ്ട്. സ്ഖലനം സംഭവിക്കാതിരിക്കുക എന്ന്. അപ്പോൾ സ്ഖലനം സംഭവിക്കാതിരിക്കുന്ന ആ അവസ്ഥയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വൃഷണാകൃതിയിലുള്ള ആ ഷേപ്പിൽ തന്നെ കാല് വെച്ച് അതിനെ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ്. എന്താണ്? അങ്ങനെ ബ്രഹ്മചര്യം പാലിച്ചു പോകണം, ബ്രഹ്മചര്യം പാലിക്കുന്നവനാണ്. ആ ഒരു കൺസെപ്റ്റിൽ അതെടുത്ത്. അപ്പോൾ അവിടെയും ഈ തത്വത്തെയാണ് സ്വീകരിച്ചത്. അങ്ങനെ നമ്മുടെ ക്ഷേത്രവും നമ്മളുടെ ആരാധനാ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഒരു എന്താ പറയുക, സിംബോളിക്കായിട്ടാണ് കടന്നു പോകുന്നത്. ആ സിംബോളിക് ആകുന്നതിൽ ഈ ഒരു കാരണം, ശിവൻ്റെ ശിവലിംഗം എന്ന് പറഞ്ഞ അടയാളം, അത് അറിവില്ലാത്തത് കൊണ്ടല്ല നമ്മൾ പുരുഷലിംഗമാണെന്ന് പറയണത്. അതിന് നമ്മളെ പഠിപ്പിക്കാൻ ആർക്കെങ്കിലും ആവോ നമുക്കറിയില്ല. അങ്ങനെയല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്ന് ആർക്കെങ്കിലും ആവോ നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു വേദി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പങ്കെടുക്കാം. അത് പുരുഷലിംഗമല്ല, അത് വെറും ഒരു ആശയത്തിന് വേണ്ടി മാത്രം എടുത്തു വെച്ചൊരു കുഴയാണ്, അത് അരൂപം മാത്രമാണ് എന്ന് 100% അടിവരയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ കേൾക്കാൻ തയ്യാറാണ്. അല്ല, നമ്മൾ പറയുന്നത് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തിരുത്താൻ ഈ പറയുന്നവരും തയ്യാറാവണം. ഇതും കൂടി ഉണ്ടായതുകൊണ്ടാണ് അത് തന്ത്രശാസ്ത്രമാണ്. തന്ത്രശാസ്ത്രത്തിൽ ലിംഗത്തിനും യോനിക്കൊന്നും ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. ലിംഗവും യോനിയും ആരാധിക്കപ്പെടേണ്ടതാണ്. ലിംഗവും യോനിയും ആരാധിക്കപ്പെടേണ്ടിടത്ത് ആരാധിക്കപ്പെടാത്തത് കൊണ്ടാണ് ജനിക്കുന്ന സന്താനങ്ങൾക്കും പോരായ്മയുണ്ടാകുന്നത്. കാരണം നമ്മളിത് മോശമായിട്ടാണ് കാണുന്നത്, ലിംഗം മോശമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് എന്താണ്? മൈഥുനവും നമ്മൾ മോശമായി കാണുന്നു. മൈഥുനം മോശമായി കാണുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതോടുകൂടി എന്താണ്? കണ്ടോ, മ്ലേച്ഛൻ ഈ പറയുന്ന ലൈംഗികത മാത്രമാണ് പറയുന്നതെന്ന് തോന്നും. ലൈംഗികതയ്ക്ക് എന്താണ് കുറ്റം, എന്താണ് കുറവ്? നാം ഇന്ന് സംസാരിക്കുന്നു, നിങ്ങൾ നമ്മെ കാണുന്നു, കേൾക്കുന്നു. നിങ്ങളിങ്ങനെ ഇരിക്കുന്നതിന് കാരണം നിങ്ങളുടെ മാതാപിതാക്കളുടെ ലൈംഗിക ബന്ധമാണ് എന്ന, പവിത്രമായ ബന്ധമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മൈഥുനം എന്ന് കേൾക്കുമ്പോൾ ഒരു അരുചി തോന്നുന്നു. നിങ്ങൾ ഇന്ന് കഴിക്കുന്ന ചോറ് അരി കഴുകി വെള്ളത്തിലിട്ട് ചൂടാക്കി തിളപ്പിച്ചുണ്ടാക്കിയതാണ് എന്ന് പറയുന്നിടത്ത് അടുക്കള എന്നും ചോറ് വയ്ക്കുക എന്നും കേൾക്കുമ്പോൾ മോശം എന്ന് തോന്നുന്ന അതേ ഭാവമാണ് മൈഥുനം എന്ന് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ഈശ്വരീയമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് തെറ്റാണ് എന്ന് തോന്നുന്നതിന് കാരണം നിങ്ങൾക്ക് അത് കേൾക്കേണ്ട, നിങ്ങൾക്ക് വെട്ടി വിണിങ്ങിയാൽ മതി. അതിൻ്റെ പുറകിലെ കഥ അറിയണ്ട. അത് മോശമാണെന്ന് കരുതാണ്. അന്നമുണ്ടാക്കുന്നവയിൽ മോശത്തരം കാണുന്ന അതേ ഭാവമാണ് നിങ്ങളുടെ സൃഷ്ടിക്ക് ആധാരമായിരിക്കുന്ന, പവിത്രമായിരിക്കുന്ന ആ മാതാപിതാക്കളുടെ ലൈംഗിക ബന്ധത്തിനെ നിങ്ങൾ മോശമായി കാണുന്നു. സ്വയം ചിന്തിക്കൂ.
ഒരു അച്ഛനും അമ്മയ്ക്കും മക്കളുണ്ടാകുന്നു. ആ മക്കളെ ഉണ്ടാക്കിയത് അവരുടേതായിരിക്കുന്ന ആ ഒരു ശ്രീലകം എന്ന് പറയുന്ന ബെഡ്റൂമിൽ വെച്ചിട്ടാ. അവിടെ നടക്കുന്നതിന് പ്രധാന കാരണം ലൈംഗിക ബന്ധമാണ്, പവിത്രമാണ്. അതിനുവേണ്ടല്ലേ കല്യാണം കഴിച്ച്, എന്തിനെ കല്യാണം കഴിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത്? വിളക്കും തിരിയും പൂജയും കൊരവിടലും എല്ലാ ഒരു ഉത്സവത്തിൻ്റെ എല്ലാ പ്രതീതിയോടും കൂടി ഈശ്വരീയമായി ചേർത്ത് വെച്ച്, നമ്മുടെ ആരൊക്കെയാണോ നമ്മുടെ കാരണവന്മാർ ചേർത്ത് വെച്ച് എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി ഒന്നാക്കി ചേർത്ത് ഒരു റൂമിലേക്ക് കടത്തിവിട്ട്, എന്തിനു വേണ്ടിയിട്ട്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കേവലമാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊരു ദൈവിക പ്രക്രിയയാണ്. എന്താണ്? സന്താനങ്ങളെ ആ ഒരു വിവാഹ ജീവിതത്തിലൂടെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ധാർമ്മികമായി. സാധനയ്ക്കാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ട. സാധനയ്ക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നും ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ വിവാഹം എന്ന് പറയുന്ന ഇതേ സദാചാരനിഷ്ഠമായിരിക്കുന്ന സന്തതി പരമ്പരകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടാകുന്ന നാം ഉണ്ടായതിന് കാരണം നമ്മുടെ മാതാപിതാക്കളുടെ പവിത്രമായ ലൈംഗിക ബന്ധമാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം പിന്നെ മൈഥുനം എന്ന് കേട്ടിട്ട് നമുക്കൊന്നും തോന്നില്ല, ഒന്നും തോന്നില്ല. അതിൽ ഈശ്വരീയതയെക്കാൾ എന്താണ്? സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് നമുക്ക് ആരാധ്യനാണെങ്കിൽ എന്തിനാണ് നമ്മൾ മൈഥുനം എന്ന് കേൾക്കുമ്പോൾ പ്രശ്നപ്പെടുന്നത്? എന്താണ്? ആ സൃഷ്ടി പ്രക്രിയ നടന്നത് ആ ലൈംഗികതയിലൂടെയല്ലേ, ആ മൈഥുനത്തിലൂടെയല്ലേ? എന്തിനാ കുഴപ്പം കാണുന്നത്? അങ്ങനെ വരുന്ന സമയത്ത് ആ മൈഥുനം ദൈവീകമാണെന്ന് മനസ്സിലാക്കി ഈശ്വരീയമായി കൊണ്ടാചരിക്കണം എന്നാണ് നമ്മളൊക്കെ നിരന്തരം പറയും. അതില്ലെങ്കിലോ പാപസന്താനങ്ങൾ ജനിക്കും. അത് യോനിയുടെ കുഴപ്പമോ ലിംഗത്തിൻ്റെ കുഴപ്പമല്ല, ആ ചിന്തയുടെ കുഴപ്പമാണ്. കാമത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുമ്പോൾ കാമ്യസന്താനങ്ങളെ ഉണ്ടാകുള്ളൂ. കാമം വേണ്ടതല്ല, ഭോഗം പ്ലസ് യോഗം കൂടിയും വേണം. യോഗാത്മകമായിരിക്കണം, ഈശ്വരീയ പ്രക്രിയയാണെന്ന് ധാരണ വേണം. അല്ലാണ്ട് നിരാഹാരം കിടന്നതിന് ബിരിയാണി വിളമ്പിയ പോലെ ആവാൻ പാടില്ല. അപ്പം അവിടെ ഈ ലിംഗം യോനി, അതായത് മൈഥുനം എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ അത് മ്ലേച്ഛമാണെന്ന് കാണാതെ അതിൻ്റെ വിശുദ്ധത കാണാൻ ശ്രമിക്കുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സനാതനിയാകാൻ കഴിയുള്ളൂ. അതിനെ സത്യസന്ധമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അവിടെ നമ്മുടെ മാതാപിതാക്കളിൽ കൊണ്ട് നമ്മളുണ്ടായി, ശരി, നമ്മളുണ്ടായി. മാതാപിതാക്കളിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മുടെ പിതാവും മാതാവും വ്യത്യസ്ത രൂപങ്ങളോട് കൂടിയതാണ്. എൻ്റെ അച്ഛനമ്മമാരെ പോലെയല്ല നിങ്ങളുടെ അച്ഛനമ്മമാരുണ്ടാകുക, അതെല്ലാം മറ്റുള്ളവർക്കുണ്ടാവുക. ആത്യന്തികമായി അച്ഛനും അമ്മയ്ക്കും, അച്ഛനും അമ്മയും എന്ന് പറയുന്നത് എന്താണ്? ആ ശരീരം മുഴുവനാണോ? ആണോ? അല്ല. അത് സൂക്ഷ്മമായി എടുക്കുമ്പോൾ, അതിൻ്റെ സൂക്ഷ്മതയിലേക്ക്, ശരീരത്തിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ലിംഗവും എൻ്റെ അമ്മയുടെ യോനിയുമാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഉണ്ടായേ മതിയാകൂ. കാരണം അതാണ് സത്യം, അതാണ് സത്യം. ആ ലിംഗം ആ പരമേശ്വരനും ആ യോനി ആ പരാശക്തിയുമാണ്. ഇവിടെ എന്താണ് മ്ലേച്ഛത? ഹിന്ദു ഇത് തുറന്നു പറയാൻ മടിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവൻ പറയും, നിങ്ങൾ ലിംഗത്തെ ആരാധിക്കുന്നില്ലേ, നിങ്ങൾ കൂ ആരാധിക്കുന്നില്ലേ, നിങ്ങൾ കാ ആരാധിക്കുന്നില്ലേ, നിങ്ങൾ പൂ ആരാധിക്കുന്നില്ലേ, നിങ്ങൾ വി ആരാധിക്കുന്നില്ലേ, പലതും ചോദിക്കും. അതിന് കാരണം നാം ഈ വാക്കുകളിൽ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നാം ആരാധിക്കുന്നു എന്നും ആരാധിക്കും എന്നും പറയാൻ തയ്യാർ. എന്താണ്? നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ മാതാപിതാക്കളാണെന്ന ബോധ്യം നമുക്കുണ്ട്. അല്ലാണ്ട് പൊട്ടി മുളച്ചതല്ല. പയറിൻ്റെ വിത്തിട്ട് കഴിഞ്ഞാലൊന്നും കുട്ടി ഉണ്ടാവില്ലടോ എന്ന് പറയാൻ നാം തയ്യാറാകണം. പയറ് കുത്തിയാൽ അത് നിലത്ത് കുത്തണം, വേറെ എവിടെയും കൊണ്ടേ കുത്തിയിട്ട് കാര്യമില്ല. പയറുമണി കുത്തിയാലേ നിലത്ത് കുത്തി വെള്ളം തെളിച്ചാലേ പയറുണ്ടാവുള്ളൂ. അവിടെ ഞാൻ ഉണ്ടായിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളിൽ എന്ന ബോധ്യം എനിക്കുണ്ട്. എൻ്റെ മാതാപിതാക്കളെ ഞാൻ അവരുടെ ജനനേന്ദ്രിയത്തെ ഞാൻ ആരാധിക്കും, ബഹുമാനത്തോടു കൂടി കാണും എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ആ സംസ്കൃതിയുടെ അർത്ഥതലങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഒരു സനാതനിയും ഒരു ബസ്സിലും ഇരുന്നിട്ട് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവൻ്റെ സിപ്പഴിക്കാനോ വിസർജിക്കാനോ അവന് തോന്നില്ല. കാരണം എന്താണ്? അതല്ല പെണ്ണെന്ന ബോധ്യം അവനുണ്ടായിരിക്കും, അതല്ല പെണ്ണെന്ന ബോധ്യം അവനുണ്ടായിരിക്കും. അല്ലെങ്കിലോ ഈ ചിന്ത ഉണ്ടാവില്ലെന്ന്. അവൻ ഏത് 6 വയസ്സുള്ള കുട്ടീനെ കണ്ടാലും 10 വയസ്സുള്ള കുട്ടിയെ കണ്ടാലും 12 കണ്ടാലും 48 കണ്ടാലും 60 കണ്ടാലും കെട്ടാൻ തോന്നും. 90 100 കെട്ടുന്നത് എന്തിനാ? കളിപ്പിക്കാനാന്ന് വെറുതെ പറയുക. നമ്മൾ പറയുന്നില്ല നമ്മളുടെ ഈ സ്ഥാനത്തിരുന്നിട്ട്. അപ്പോൾ ആ ധാരണ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വെറും കാമേച്ഛ മാത്രം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്?
ഈ പരാശക്തിയും പരമേശ്വരന്റെ ബോധ്യമില്ലാത്തത് കൊണ്ടെന്നാൽ സനാതനിക്ക് അത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ആക്ഷേപിക്കുമ്പോൾ അതല്ല ഞങ്ങളുടെ ശിവൻ ഇങ്ങനെയല്ല. പണ്ട് ജഗദീഷ് ശ്രീകുമാർ മറ്റേതൊരു സിനിമയിൽ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ശിവൻ അതല്ല, ഞങ്ങളുടെ ശിവൻ അരൂപമാണ് എന്ന് പറയുമ്പോൾ രൂപമാണെങ്കിൽ നമ്മൾ മക്കയ്ക്ക് പോയാൽ പോരെ, അവിടെ കഅബയിൽ ശൂന്യതയാണെന്നല്ലേ പറയുന്നേ. പുറത്ത് ശിവലിംഗം അതൊന്നും നമ്മോട് പറയരുതല്ലോ. പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകണം. അവിടെ ശിവലിംഗമൊന്നുമല്ല. ശിവലിംഗമാണെങ്കിൽ അവർ വേണം ശിവലിംഗം അല്ലല്ലോ. അപ്പോൾ ശൂന്യതയാണെന്ന് ഉറപ്പിച്ചിട്ട് അവർ പറയുന്നുണ്ടല്ലോ. അങ്ങോട്ട് പോയിട്ട് അവിടേക്ക് നോക്കിയാൽ പോരെ. അതല്ല എന്ന ബോധ്യമാണ് നമ്മളെ സനാതനിയും ഹൈന്ദവനുമാക്കുന്നത്. അവർക്കവിടെ വിശ്വാസം, നമ്മളതിനെ ആക്ഷേപിക്കുന്നില്ല. അവർക്കവിടെ വിശ്വാസം, അതിനെ നമ്മൾ ആദരിക്കുന്നു. എന്നാൽ അത് മതിയെങ്കിൽ അത് മതിയല്ലോ. എന്തിനിത്? ഇവിടെയാണ് എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കാൻ നമുക്കാകണം. ഭഗവാൻ കൃഷ്ണനോട് ഉദ്ധവര് ആ ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യം അതാണ്. അല്ലയോ ഭഗവാൻ, കലികാലത്തിൽ എന്താണ് സകല ജനങ്ങൾക്കും മോക്ഷമാർഗം എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ കൊടുക്കുന്ന മറുപടി വിഗ്രഹാരാധനയാണ്. അപ്പോൾ ഉദ്ധവർ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, ഒരു മനുഷ്യൻ ആജീവനാന്തം വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? അതാണോ വേണ്ടത്? അപ്പോൾ ഭഗവാൻ പറയുന്നത് ഒരിക്കലുമല്ല ഉദ്ധവരെ, ഒരിക്കലുമല്ല. എപ്പോഴാണോ സർവചരാചരങ്ങളിലും ആ അർച്ചകൻ അല്ലെങ്കിൽ ആ സാധന നടത്തുന്നവൻ ഈശ്വരനെ ദർശിക്കുന്നത്, അപ്പോൾ അവന് വിഗ്രഹം ഉപേക്ഷിക്കാൻ. കാരണം അവനെ സംബന്ധിച്ച് സർവം ഖലിതം ബ്രഹ്മ, എല്ലാവരും സ്മരിക്കുന്നത് ബ്രഹ്മം തന്നെയാണെന്ന ബോധ്യം. അവരെയാണ് ബ്രാഹ്മണൻ എന്ന് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയുന്നില്ല എന്ന് പറയട്ടെ. അതിന് ബോധ്യമുള്ളവരാണ് ജ്ഞാനികൾ. സർവചരാചരങ്ങളിലും ഈശ്വരൻ ഇരിക്കുന്നു എന്നുള്ളത് അതാണ് സനാതനധർമ്മത്തിൻ്റെ ജ്ഞാനമേഖലയുള്ള സഞ്ചാരത്തിൻ്റെ അവസാനം. ജ്ഞാനമേഖലയിലെ സഞ്ചാരത്തിൻ്റെ അവസാനം സകല ചരാചരങ്ങളിലും ഈശ്വരൻ ഇരിക്കുന്നു എന്നുള്ളത്. അവിടെ കേവലം ഒരു വിഗ്രഹത്തിലോ ഏതെങ്കിലും ഒരു വസ്തുവിലോ മാത്രമല്ല, എല്ലാത്തിലും ദർശിക്കുമ്പോൾ പുരുഷലിംഗത്തിലും നിങ്ങൾ ദർശിക്കാൻ നിങ്ങൾക്കാകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണെന്നും നിങ്ങൾ ഇതുവരെ അറിഞ്ഞ സത്യത്തിൻ്റെ കുഴപ്പമാണെന്നും മനസ്സിലാക്കി സത്യത്തെ ഗ്രഹിക്കാൻ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ തുറന്നു വെക്കൂ, പഞ്ചേന്ദ്രിയങ്ങളും തുറന്നു വെക്കൂ, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് സഞ്ചരിച്ച് അറിവിനെ നേടുക എന്നാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കൂ. അതിന് ഏതെങ്കിലും ഒരു ഉപാധിയല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വാഭാവികമായിരിക്കുന്ന ജീവിത ശൈലിയിൽ നിന്ന് ഒരു സൂക്ഷ്മകണം പോലും വ്യതിചലിക്കാതെ നിങ്ങൾക്ക് സനാതനധർമ്മത്തിൻ്റെ സഞ്ചാരപാതയിലൂടെ സഞ്ചരിക്കാം. ഏത് മാർഗം വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്, അല്ലാണ്ട് മറ്റുള്ള മതങ്ങളെ പോലെ പെട്ടിക്കടയല്ല. ഇതൊരു ധർമ്മ വ്യവസ്ഥയാണ്. ദ ലൈഫ് ഓഫ് വേ എന്നാണ് പരമോന്നത കോടതി പോലും പറയും. ആ വേ എന്ന് പറയുന്നത് വഴി എന്ന് പറയുന്നത് ഇഷ്ടം പോലെയാണ്. നിങ്ങൾക്ക് ഏത് മാർഗേന സഞ്ചരിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കാവിയുടുത്തവനോ ഒരു പൂണോൽധാരിയോ ഒരു കുപ്പായമിടാത്തവനോ ഒരു ചെട്ട ധരിച്ചവനോ പറയുന്നത് കേട്ട് അത് മാത്രമാണെന്ന് കരുതാതിരിക്കും. ഏതു മാർഗമാണെങ്കിലും നിങ്ങൾക്ക് സഞ്ചരിക്കാം. വായിച്ച് പഠിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ശ്വാസം പിടിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. ഈ തത്വജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കണമെന്നേ ഉള്ളൂ. നിങ്ങളാരും പൂജാരിമാരാവണമെന്നില്ല. പൂജാരിയല്ല ജ്ഞാനി. പൂജാരിക്ക് കർഷകനേക്കാൾ ഒരു മഹത്വവുമില്ല. മുടിവെട്ടുകാരൻ്റെ മഹത്വം പോലും പൂജാരിക്കില്ല. മുടിവെട്ടുകാരന് എന്തു മഹത്വമുണ്ടോ അത്രത്തോളമേ ഉള്ളൂ പൂജാരിക്ക്, അല്ലെങ്കിൽ അത്രത്തോളം ഇല്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരു ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവറേക്കാൾ ഒരു മഹത്വവും ഒരു പൂജാരിക്കും ഒരു സന്യാസിക്കും ഉണ്ടെന്ന് നിങ്ങൾ ധരിക്കണ്ട. അതുണ്ടാകുന്നത് എപ്പോഴാണ്? സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുമ്പോഴാണ്. ഒരു സന്യാസി സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നു എങ്കിൽ അയാൾക്ക് മഹത്വമുണ്ട്. ഒരു അർച്ചകൻ പൂജാരി സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നു എങ്കിൽ അയാൾക്ക് മഹത്വമുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവർ സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നുവെങ്കിൽ അയാൾക്ക് മഹത്വമുണ്ട്. ഇതൊന്നും കാണുന്നില്ല എങ്കിലോ വേഷഭൂഷാദികൾ കൊണ്ടും തൻ്റെ കർമ്മം ശ്രേഷ്ഠമാണെന്ന് ആരെങ്കിലും കരുതുന്നു എങ്കിൽ അവർക്കൊരു മഹത്വം സനാതനധർമ്മം, നാശമില്ലാത്ത ധർമ്മവ്യവസ്ഥ കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് മൂഢന്മാരാൽ കാലാന്തരത്തിൽ സംഭവിച്ചു പോയ പ്രചരിപ്പിക്കപ്പെട്ട ഒരു തെറ്റായ സന്ദേശം മാത്രമാണ്. ആ സന്ദേശമല്ല സനാതനധർമ്മം. അത് ഹീനമായതാണ്. ഹീനമായത് ഹൈന്ദവമല്ല, ഹീനമല്ലാത്താണ് ഹൈന്ദവം. ഏതെങ്കിലും ഒരുത്തിന് അശ്രേഷ്ഠനാണെന്ന് കരുതുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു ഈശ്വര സൃഷ്ടി മോശമെന്ന് കരുതുന്നുവെങ്കിൽ മോശം. അത് സനാതനമല്ല, ഹൈന്ദവമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ തുറന്നു വെച്ച് കാണാനും കേൾക്കാനും വിചാരം ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാവുക.
നാം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നാം ഈ പറഞ്ഞ പുരുഷലിംഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും, കൂടുതൽ വിചാരം ചെയ്യും, സ്വയം വിലയിരുത്തുക. അല്ലാണ്ട് ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞെന്നോ, കൃഷ്ണൻ പറഞ്ഞെന്നോ, രാമൻ പറഞ്ഞെന്നോ, അല്ല വിശ്വാമിത്രൻ പറഞ്ഞെന്നോ, കണ്ണ് മഹർഷി പറഞ്ഞെന്നോ, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് കരുതുക. നിങ്ങളുടെ ബുദ്ധി എന്ത് പറയുന്നു, ഇവർ പറഞ്ഞൊക്കെ നിങ്ങൾ വിചാരം ചെയ്തോളൂ, എടുത്ത് വെച്ച് നിങ്ങൾ നോക്കിക്കോളൂ. എന്നാൽ അവർ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വിചാരം ചെയ്യും. എന്തുകൊണ്ടിതിങ്ങനെ, അതിനെന്തു തെറ്റ്? എൻ്റെ അച്ഛൻ ആത്യന്തികമായി അച്ഛൻ്റെ മുഖമോ അച്ഛൻ്റെ ലിംഗമോ, നാം മടിയില്ലാതെ പറയും നമ്മുടെ അച്ഛൻ്റെ ലിംഗത്തിൽ നിന്നാണ് നമ്മുടെ ആദ്യ ഉത്ഭവം, അല്ല അച്ഛൻ്റെ വായിൽ നിന്നല്ല. ആ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ ലിംഗത്തെ സാക്ഷാൽ പരമേശ്വരനായി നാം വന്ദിക്കും. അതിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കാണേണ്ട ആവശ്യം എന്താണ്? അത് നമ്മുടെ ബോധ്യമാണ്, നമ്മുടെ ബോധ്യമാണ്. അല്ല ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ശിശുവല്ല നമ്മൾ. അപ്പം അതുകൊണ്ട് ഈ ബോധ്യം നമുക്കുണ്ടാകും. ഇന്ന് നമ്മൾ പുരുഷലിംഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അത് ശിവലിംഗവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് സ്ത്രീലിംഗവും. യോനി എന്ന് പറയും. യോനി എന്ന് കേൾക്കുമ്പോൾ അറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കേരളീയൻ്റെ അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. കേരളീയൻ്റെ അജ്ഞാനം കൊണ്ട്, മലയാളിയുടെ അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. മലയാള നാട്ടിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ വടദേശം എന്ന് പറയും തമിഴന്മാർ, വടക്കന്മാർ, ഉത്തരേന്ത്യക്കാർ, അവിടെയൊക്കെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്തരം ആരാധനകളൊക്കെ ഇഷ്ടംപോലെ യോനി വർഷിപ്പൊക്കെ ചെയ്യും. അതിൻ്റെയൊക്കെ ശേഷിപ്പുകളുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. അപ്പം അത് കേവലം ഈ യോനി യോനി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ കാമത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടാണ്. കാമം വേണ്ടതല്ല, കാമാകാം, കാമം വേണം. കാമം പ്രപഞ്ചത്തിൻ്റെ ആധാരം കാമത്തിലാണ് വർത്തിക്കുന്നത്. ഇത് നിലനിൽക്കുന്ന, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് കാമത്തിൽ തന്നെയാണ്. നാം ജീവിച്ചു പോകുന്നത് പോലും കാമം കൊണ്ടാണ്. എന്താണ് കാമം എന്ന് പറഞ്ഞാൽ? കേവല ലൈംഗിക കാമമല്ല, ആഗ്രഹം. എനിക്ക് വീട് വേണം, എനിക്ക് ജോലി വേണം, എനിക്ക് കല്യാണം കഴിക്കണം, കുട്ടികളാവണം, അയൽവക്കക്കാരൻ പണ്ടാരടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഓരോരോരോരോരോ ആഗ്രഹങ്ങളില്ലേ, അത് കാമമാണ്. അത് നമ്മെ മുന്നോട്ട് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, മുന്നോട്ട് നയിക്കുന്നത് കാമമാണ്. നമ്മെ മാത്രമല്ല, സാക്ഷാൽ പരമേശ്വരനെയും പരാശക്തിയെയും മുന്നോട്ട് നയിക്കുന്നതും അവരുടെ കാമമാണ്. അതൊന്നുമില്ലാത്ത അവസ്ഥ ആ ശിവതത്വമാണ്, അല്ലെങ്കിൽ പരബ്രഹ്മതത്വമാണ്, ആ തത്വമാണ്. അതിനെന്ത് ചിന്ത? അത് കിളിപോയി കിടക്കുന്നൊരവസ്ഥയാണ്. ശക്തിയോട് ചേരുമ്പോൾ മാത്രമേ ശിവനായി ചലിക്കുന്നു. അല്ലാത്തപ്പോഴൊക്കെ ജഡമാണ്. ആ ജഡത്തിനൊന്നും ചെയ്യാനാകില്ല. ജഡത്തിന് കാമമില്ല. കാമം ഉണ്ടാകുന്നത് ശക്തിയോട് ചേരുമ്പോഴാണ്. അത് തന്നെയാണ് ഈ യോനി ലിംഗം എന്ന വാക്കുകളിലൂടെ യോജിപ്പിക്കുന്നത്. കേവലമല്ല, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വലുതാണ്. ഇവിടെ നമ്മൾ റേഡിയോ പോലെയാണ്, നാം പറയുന്നു, നിങ്ങൾ ചിലർ കേൾക്കുന്നു. എന്നാൽ ഇതിൻ്റെ വിശാലമായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഉത്തരങ്ങളും വരേണ്ട ചോദ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് സനാതനി ചോദിച്ചുകൊണ്ടിരിക്കുക. സഭ്യമായ രീതിയിൽ നിങ്ങളുടെ ഗുരുക്കന്മാരോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ ചോദിക്കുമ്പോൾ ഗുരുക്കന്മാരുടെ വായിലൂടെ നിർഗളിക്കുന്ന തത്വങ്ങളാണ് ഇത്രയേ വേദങ്ങൾ. വേദങ്ങൾ എന്ന് കേവലം ചെപ്പിലടച്ചതല്ല. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അല്ലയോ അർജുന, കിതാബിലടച്ചതല്ല വേദങ്ങൾ, പുറത്തിരിക്കുന്നതാണ്. കിതാബിലുള്ളതിനേക്കാൾ എത്രയോ വലുതാണ് പുറത്തിരിക്കുന്നത്. അറിവ് പുറത്താണ് വിശാലമായി കിടക്കുന്നത്. ആ അറിവിന് നിങ്ങളുടെ ഗുരുക്കന്മാരുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാനാകും. എന്ത് വേണം? സഭ്യമായി ഒരു ഗുരുവിനോട് ചോദിക്കേണ്ട എളിമയോടുകൂടി, അറിയാനുള്ള ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ ചോദിച്ചോളൂ. തർക്കിക്കാനാണെങ്കിൽ ഭാരതീയ ഋഷിവര്യന്മാരും ഗുരുക്കന്മാരും മുനീശ്വരന്മാരും സിദ്ധന്മാരാരും തന്നെ മറുപടി കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കുകയുമില്ല. എന്താണ്? തർക്കിക്കുന്നവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യം ഭാരതീയ ഗുരുക്കന്മാർക്കില്ല. തർക്കിക്കുന്നവർക്ക് തർക്കിക്കാം, ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം, അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താം. ആ കണ്ടെത്താൻ വേണ്ടി അന്നും ഇന്നും എന്നും ഈ ഗുരുപരമ്പര നിലനിൽക്കും. അറിയാൻ ആഗ്രഹിക്കുന്നവർ കണ്ടെത്തും. അല്ലാണ്ട് അതിന് ഇസ്ലാമിക വിശ്വാസപ്രകാരം മദ്രസ തുടങ്ങുകയോ ക്രൈസ്തവരെ പോലെ സൺഡേ ക്ലാസ് നടത്തുകയൊന്നും വേണ്ട. അന്വേഷിക്കുന്നവൻ നടത്തല്ലാത്തവനോ അല്ലാത്ത തെണ്ടിത്തിരിഞ്ഞ് നടത്തും. അല്ല, അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചാലോ? അങ്ങനത്തെ മണ്ടന്മാർക്ക് അത് ചെയ്യാം. അത് ഫേസ്ബുക്കിൽ എഴുതാം, എനിക്കിത് പഠിപ്പിക്കുമോ എന്ന് എഴുതാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അറിയാൻ ആഗ്രഹിക്കുന്ന ഇറങ്ങിത്തിരിച്ച് ഗുരുവിൻ്റെ മുള്ളെത്തി പറയും, എനിക്ക് അറിവ് വേണം, അങ്ങ് എനിക്ക് അറിവ് തരുമോ, അങ്ങ് എൻ്റെ ഗുരുവാകുമോ എന്ന് അത്തരക്കാർ ചോദിക്കും. അല്ലാത്തവരോ മേലനങ്ങാണ്ടത് കിട്ടുമോ? അത്തരത്തുകാർക്ക് അതാകാം. അറിവിന് വേണമെങ്കിൽ ഇറങ്ങിത്തിരിക്കും. അത് ഇത്തരം മാധ്യമങ്ങളിലൂടെയാണെങ്കിൽ ലഭിക്കുമെന്നാലും അത് പൂർണ്ണമാകില്ല. ഗുരുമുഖത്താണ് പൂർണ്ണത. ആ പൂർണ്ണത നേടണമെങ്കിൽ ഈഗോ വിട്ടിറങ്ങണം. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ കൈ ഉയർത്താതെ മുകളിലെടുക്കാനും പറ്റില്ല. അവിടെ നിങ്ങളൊന്നും മേലനങ്ങി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് പഠിക്കാം, അറിയേണ്ടത് അറിയാം. അല്ലാണ്ടൊന്നും ഒരു ഗുരുക്കന്മാരും അല്ലാണ്ട് നിങ്ങൾ ഒരു ഇൻബോക്സിൽ വന്നിട്ടൊന്നും മന്ത്രോപദേശവും കാര്യങ്ങളൊന്നും പറയില്ല. അതിനൊന്നും ആവശ്യമില്ല അവർക്ക്.
അപ്പോൾ അതുകൊണ്ട് ധർമ്മത്തിൻ്റെ മഹത്വത്തെ, സനാതന ഹൈന്ദവ ധർമ്മത്തിൻ്റെ വിശാലതയെ മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഗുരുപാരമ്പര്യം, നിങ്ങളുടെ മാതൃപിതൃ പാരമ്പര്യത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് അറിവിനെ നേടാം. ഒന്നും മാറ്റേണ്ടതില്ല. ഏതെങ്കിലും ഒരു വഴിയൊന്നുമല്ല ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും ആരെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പുരുഷൻ്റെ ലിംഗത്തെയല്ലേ, അല്ലെങ്കിൽ നീ പൂവല്ലേ, പീയല്ലേ, പൂവല്ലേ എന്നൊക്കെ ചോദിക്കുന്ന നേരത്തെ ആണടാ, ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കും നേരായ രീതിയിലാണ് പറഞ്ഞേ എന്നുള്ളത്. അല്ലാണ്ട് ശൂന്യതയിൽ നിന്നും പൊട്ടിമുളച്ചവരല്ല, ദിവ്യഗർഭത്തിൽ നിന്നല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്ന് തുറന്നു പറയാൻ നാം തയ്യാറായാൽ അതോടുകൂടി ആക്ഷേപിക്കുന്നവൻ്റെ ആക്ഷേപം നിൽക്കും. അല്ലാത്തിടത്തോളം കാലം ആക്ഷേപിക്കപ്പെടും. എന്താണ്? നമ്മളുടെ ചാബല്യം അവൻ മനസ്സിലാക്കിയിരിക്കും. ആ ചാബല്യത്തിന് പരാജയപ്പെടുന്നുവെങ്കിൽ കഷ്ടം, നിങ്ങളുടെ ഹൈന്ദവീകത പരാജയത്തിലാണ്. അല്ലാതെ നിങ്ങളുടെ ധർമ്മം സനാതനമാണെങ്കിലോ എല്ലാതും ഈശ്വരീയമായി കണ്ടുകൊണ്ട് ആക്ഷേപിക്കുന്നവനോട് ആക്ഷേപത്തിനപ്പുറം അറിവിൻ്റെ ഭാഷയിൽ മറുപടി കൊടുക്കും. ഇരുന്ന് കേൾക്കടാ എന്ന് പറഞ്ഞിട്ട് സനാതനധർമ്മത്തിൻ്റെ വിശാലമായ വീക്ഷണത്തെ പറഞ്ഞു കൊടുക്കും. അവൻ സനാതനിയാകും. കാരണം എന്താണ്? അവൻ ആകാതിരിക്കാൻ കഴിയില്ല. അത്ര വിശാലമാണ്, അത്ര പുരാതനമാണ്, അത്ര നവീനവുമാണ് സനാതനധർമ്മം. അത് ശാസ്ത്രമാണ്, യുക്തിക്ക് നിരക്കുന്നതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അനാഥരാകാതെ സനാഥരാകണം. അതുകൊണ്ട് ഓരോ ഹൈന്ദവനും ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ കീഴിൽ ശിഷ്യത്വപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്പ്രദായത്തിൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ. ഗുരുവില്ലാത്തവൻ സനാതനല്ല, അനാഥനാണ്. അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് അനാഥനാകാതിരിക്കുന്നില്ല. അച്ഛനും അമ്മയും എല്ലാവർക്കും ഉണ്ട്. അനാഥനാണ് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ. എന്നാൽ പൂർണ്ണനാകണമെങ്കിലോ ഗുരു കൂടിയേ തീരൂ. നിങ്ങൾക്കാർക്കെങ്കിലും വ്യക്തിപരമായി ഗുരുവില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഗുരുവിനെ തേടുക. ഗുരുവുള്ളവനാണ് സനാഥൻ, അല്ലാത്തവൻ അനാഥൻ തന്നെയാണ്. കേവലം പൂജ പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഗുരുവാകുന്നില്ല. അതും പറയാം. മൂക്ക് പിടിച്ചു ശ്വാസം വലിപ്പിച്ചാലും ഗുരുവാകുന്നില്ല. തത്വോപദേശത്തെ തന്നുകൊണ്ട് നിങ്ങളെ ഉയർത്തുന്നവനാണ് നിങ്ങളുടെ ഗുരു. അത്തരം ഗുരുക്കന്മാരെ കണ്ടെത്തുക ഈ കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ എന്താണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ഉണ്ടാക്കും, കണ്ടെത്തുക തന്നെ ചെയ്യും. ഏത് മാർഗമാണ്? അവിടെ സനാതനധർമ്മത്തിൻ്റെ ഈ ഒരു ആളുകൾ കേട്ട സമയത്ത് ലിംഗം എന്നൊക്കെ കേട്ടപ്പോൾ നമുക്കെന്തോ അറിയാണ്ടാണ് നമ്മളിത് ലിംഗ എന്ന് പറയണത്. നമ്മളിത് പഠിക്കട്ടെ എന്നോ അല്ലെങ്കിൽ ലിംഗം യോനി എന്നും പറയാൻ പാടില്ല, മൈഥുനെന്ന് പറയാൻ പാടില്ല. അത് ഇയാൾക്ക് ആ പണിയോടുള്ള അഭിനിവേശമാണെന്നൊക്കെ തോന്നുമ്പോൾ പറയുന്നവർക്ക് പറയാം, പറയുന്നവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല. എന്നാൽ ആർക്കെങ്കിലും ഇത് കാണുമ്പോഴും കേൾക്കുമ്പോൾ വേദനയാകുന്നു എങ്കിലും എന്താണ് എൻ്റെ നിജസ്ഥിതി എന്നറിയണമെങ്കിലും ഒന്ന് പറയാം എന്നിപ്പോൾ ഈ ഇരുന്ന ഇടയ്ക്കൊന്ന് തോന്നിയതാണ്. അതുകൊണ്ടൊന്ന് പറഞ്ഞു. കേട്ട വിഷയങ്ങൾ സനാതനമാണെന്നും അത് എല്ലാ ആളുകൾക്കും പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ഷെയർ ചെയ്യാം, എന്തോ നിങ്ങളുടെ ഇഷ്ടം. അതല്ലെങ്കിൽ കേട്ടത് എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക. എന്താണ് ഈ ധർമ്മത്തിൻ്റെ മഹത്വം വാനോളം ഉയരട്ടെ. അപ്പോൾ സർവ്വചരാചരങ്ങളും ഈശ്വരനെ കാണാൻ ഭാഗത്തിൽ നിങ്ങളെല്ലാവരും വളരട്ടെ, നിങ്ങൾക്കതിനാകട്ടെ. ഗുരുപരമ്പരയുടെ ഭാഗമാവട്ടെ, എല്ലാവരും സനാഥരാവട്ടെ, അനാഥത്വം വിട്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലിയമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിപ്പാനൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മോഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ ഹരി നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദികാം പൂജയാമി. ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.